തമുറു അലാ കബരിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം കടന്നു വരും, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ അവര് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. അവര് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. എന്നിട്ട് അവര് പറയുന്നത് എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫയഖൂലു യാ ലൈതനി കുന്തു മകാന സാഹിബി ഹാദിഹിൽ ഖബർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ സമുദായത്തിൽ ഒരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിലെ ജനങ്ങള് ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. എന്നിട്ട് അവരവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫയഖൂനു യാ ലൈതനി കുന്തു മകാന സാഹിബി ഹാദിഹിൽ ഖബർ. അവര് പറയുന്നു, ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് ഞാനായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു അല്ലാഹ് എന്ന് മനുഷ്യൻ പറയുന്ന ഒരു കാലം വരുമെന്ന് പ്രവാചകൻ പറയുമ്പോ എന്തിനാണ് ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് പടച്ചവനെ കരയുന്നത്? എന്തിനെന്നറിയുമോ? ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ജനങ്ങൾ പറയാറുള്ള കാരണം എന്താ? ഈമാൻ കൂടിയതിന്റെ പേരിലല്ല, മരണത്തെ കുറിച്ച് ഓർത്തതിന്റെ പേരിലല്ല, ഖബറിനെ കുറിച്ച് ചിന്ത വന്നതിന്റെ പേരിലല്ല, അല്ലാഹുവിന്റെ മഹ്ശറിനെ കുറിച്ച് ഓർത്തിട്ടല്ല, ഹിസാബിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല, നരകത്തെ കുറിച്ച് ഓർമ്മ വന്നതിന്റെ പേരിലല്ല, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പേടിച്ചതിന്റെ പേരിലല്ല. പിന്നെ എന്തിനാണ് ജനങ്ങൾ ഇങ്ങനെ കരയുന്നത്? അവര് ഖബറിന്റെ മുകളിൽ കിടന്ന് വിലപിക്കുന്നത്, മരിച്ചാ മതി എന്ന് ചിന്തിക്കുന്നത്? അതിന്റെ കാരണം എന്തെന്നറിയുമോ? വലൈസ ബിദീനി ഇല്ലൽ ബലാ. തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ഖബറിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോ ഖബറിന്റെ മുകളിൽ വീഴും. ഖബറിന്റെ മുകളിൽ വീണിട്ട് അവര് പറയും, പടച്ചവനെ, അല്ലാഹുവേ, ഇതിനകത്ത് കിടക്കണ മനുഷ്യൻ ഞാനായാ മതിയായിരുന്നു പടച്ചവനെ. അല്ലാഹുവേ, ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിന്റെ പേരിൽ? മരണത്തെ കുറിച്ച് പേടിച്ചതിന്റെ പേരിലല്ല, ഖബറിന്റെ അദാബുകളെ കുറിച്ചോ ആറടി മണ്ണിനെ കുറിച്ച് ചിന്തിച്ചതിന്റെ പേരിലല്ല, നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലും വിചാരണയെ കുറിച്ചോ സിറാത്തിനെ കുറിച്ചോ മീസാനിനെ കുറിച്ചോ നരകത്തെ കുറിച്ചോ അല്ലാഹയെ കുറിച്ചോ ഓർത്തിട്ടല്ല, ഈമാൻ കൂടിയതിന്റെ പേരിലല്ല. പിന്നെ എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ ദുഃഖവും ദുരിതവും വേദനയും പ്രയാസവും പ്രതിസന്ധിയും പരീക്ഷണവും കടന്നു വന്നപ്പോ താങ്ങാൻ കഴിയാതെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എത്രയോ സത്യമാ. ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, കടങ്ങൾ വരുമ്പോൾ, കച്ചവടം മുഴുവനും തകർന്നു പോകുമ്പോൾ, സമാധാനമില്ലാതെ വരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ലക്ഷങ്ങളുടെ കടം വന്നപ്പോ, മക്കള് മരിച്ചുപോയപ്പോ, വീട് നഷ്ടപ്പെട്ടു പോയപ്പോ, അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ നിന്റെ ശരീരത്തിലേക്ക് അല്ലാഹു തന്നപ്പോ നമ്മളിൽ പലരും പറയാറുണ്ട്, ഇതെന്തൊരു ജീവിതവാ അല്ലാഹ്, മരിച്ചാ മതിയായിരുന്നു പടച്ചവനെ. നമ്മളിൽ പലരും പലപ്പോഴും പറയാറുണ്ട്, മരിച്ചാ മതി പടച്ചവനെ എന്ന് പറയുന്ന ഒരവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യത്തിൽ എന്തുകൊണ്ടാണ് അല്ലാഹ് നിനക്ക് സമാധാനം തരാത്തത്? എന്തുകൊണ്ട്? രണ്ട് നില മനോഹരമായ ലക്ഷങ്ങൾ ചെലവഴിച്ചു കോടികൾ വിലയുള്ള വീടില്ലാഞ്ഞിട്ടാണോ? പടച്ചവനെ, നിലമ്പൂര് തേക്കുകൊണ്ടാ നീ ഫർണിച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഗ്രാനൈറ്റ് ബാംഗ്ലൂരിൽ പോയി നിന്ന് കൊണ്ടുവന്നത്, മനോഹരമായ ഗാർഡനുകൾ, പടച്ചവന് ജോലി ചെയ്യാൻ സ്റ്റാഫുകൾ, സഞ്ചരിക്കാൻ വാഹനം, സുന്ദരിയായ ഭാര്യ, 3-4 മക്കള്, ആവശ്യത്തിന് തിന്നാനുള്ള ഭക്ഷണം, പണം, ഇതെല്ലാം അല്ലാഹ് നിനക്ക് തന്നു. പക്ഷെ നിന്റെ ജീവിതത്തിൽ ബറക്കത്തില്ല, സമാധാനം കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഇന്ന് വരെ ഞാൻ നിങ്ങളും ആലോചിച്ചിട്ടില്ല? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടാത്തതിന്റെ കാരണം എന്താ? കാരണം ആരും തിരയുന്നില്ല. ഒള്ളി ദുആ മാത്രം, ദുആ മാത്രം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ പൊന്നാര ചങ്ങാതിമാരെ, വെറുതെ ഒന്നും നമുക്കൊന്നും കിട്ടൂല. ഒരു സുപ്രഭാതത്തിൽ പോയി കച്ചവടം ചെയ്താൽ, ഒരു സുപ്രഭാതത്തിൽ പോയി വീട് പണിതാൽ, ഒരു സുപ്രഭാതത്തിൽ പോയി വാഹനമെടുത്താൽ, ഒരു സുപ്രഭാതത്തിൽ പോയി വസ്തു വാങ്ങിയാൽ നിനക്ക് ലാഭം കിട്ടും, നിനക്ക് ബറക്കത്ത് കിട്ടും, നീ അതിലൂടെ രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റിദ്ധാരണയാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പൊന്നാര ചങ്ങാതി, ഒരാൾക്ക് വീട് വെക്കണം, ഒരാൾക്ക് വീട് വെക്കണം. വീട് വെക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. ഒരാൾക്ക് വീട് വെക്കണം, വീട് വെക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? പറ മനുഷ്യ, എന്ത് ചെയ്യണം? എങ്ങനെ ഈ സാധനം ഒന്ന് ഓഫാക്കി വയ്ക്കട. നിങ്ങൾക്ക് ഫാനില്ല, പിന്നെ നമുക്ക് എന്തിനാ ഫാൻ? ഓഫായിക്കോ. നാളെ പരലോകത്ത് തന്നെ ബുദ്ധിമുട്ടുന്നവരെ തൊട്ട് അല്ലാഹ് കാക്കുമാറാകട്ടെ. ഒരാൾക്ക് വീട് വെക്കണം, അല്ലെങ്കിൽ ഒരാൾ വീട് വെക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? സ്ഥലം വേണം, പിന്നെ പൈസ വേണം, പിന്നെ പറ എഞ്ചിനീയർ നോക്കണം, പിന്നെ പ്ലാൻ വരയ്ക്കണം. അല്ലേ? ചുമ്മാതല്ല നിന്റെ വീട്ടിൽ സമാധാനം ഇല്ലാതെ പോയത്. എടാ, ഒരു കച്ചവടം തുടങ്ങണം, നീ എന്തേ ആദ്യം ചെയ്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് ബറക്കത്ത് വേണമെങ്കിൽ നീ ചെയ്യേണ്ട 5 കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വീടിന്റെ അകത്ത് സമാധാനമുണ്ട്, നിന്റെ വീടിന്റെ അകത്ത് അല്ലാഹു ബർക്കത്ത് നൽകിയിട്ടുണ്ട്, നിന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്, നിന്റെ സർവ്വ കാര്യങ്ങളിലും അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടില്ലയോ, നീ അതാ ഇപ്പൊ കടന്ന് അനുഭവിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം വീട് വെച്ചവർ, വണ്ടിയെടുത്തവർ, വിവാഹം കഴിച്ചവർ, ബിസിനസ് തുടങ്ങിയവർ എല്ലാവരും ചിന്തിക്ക്, ഞാൻ പറയുന്ന ഈ 5 കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്ക്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. റെഡിയല്ലേ? വഅലല്ല, ഇത് ക്ലാസ്സാ. ഇന്നൊരു ക്ലാസ് ആയിട്ട് കരുതിയാൽ മതി. വഅല് പിന്നീട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ റെഡിയല്ലേ? പെണ്ണുങ്ങൾ എല്ലാവരും ആലോചിക്കണം, ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ അല്ലാഹ് കൈവിടൂല. ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും പാലിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നഷ്ടമില്ല. അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യും. അല്ലാഹു ദുനിയാവിലും രക്ഷപ്പെടുത്തും, ആഖിറത്തിലും രക്ഷപ്പെടുത്തും. അല്ലാഹു രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹ് രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. 1 ഞാൻ പറഞ്ഞു തരാം. ആദ്യം എഞ്ചിനീയറെയാണോ കാണേണ്ടത്? പ്ലാനാണോ വരയ്ക്കേണ്ടത്? പൈസയുണ്ടോ എന്നാണോ നോക്കേണ്ടത്? എന്തേ ആദ്യം ചെയ്യണ്ടേ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്വഹാബി കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദാ ഹമ്മ അഹദുകും ബിൽ അംർ ഫൽയുസല്ലി റകഅതൻ മിൻ ദൂനിൽ ഫരീള. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യന് കടന്നു വരികയാണ്, ഒരു സ്വഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ആദ്യം
ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടത്? ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലാണ് വന്ന് ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന മനുഷ്യന് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? വീട് വെക്കണമെന്ന് തീരുമാനിക്കുന്നവര്, കച്ചവടം തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നവര്, വാഹനം എടുക്കണമെന്ന് തീരുമാനിക്കുന്നവര്, പെണ്ണ് കാണണമെന്ന് തീരുമാനിക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഫൽയുസല്ലി റകഅത്തിൻ മിൻ ദൂനിൽ ഫരീള. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, നീ 2 റകഅത്ത് നമസ്കരിക്കണേ. ലോകത്തിന്റെ നേതാവാണ് പറയുന്നത്, നീ 2 റകഅത്ത് നമസ്കരിക്കണേ. നമസ്കാരം കഴിഞ്ഞിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് നിന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവേ, ഒരു പുതിയ വീട് വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാ, ഒരു പുതിയ കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാ. നല്ലതാണോ നഷ്ടമാണോ എനിക്കറിയില്ല അല്ലാ. ഇതിലൂടെ ഞാൻ രക്ഷപ്പെടുമോ, ഇതിലൂടെ ഞാൻ കഷ്ടപ്പെടുമോ, എല്ലാം നിനക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് നല്ലതാണെങ്കിൽ നീ എനിക്ക് നടത്തി തരണേ അല്ലാ. ഇത് മോശമാണെങ്കിൽ നീ ഇത് തട്ടി മാറ്റണേ അല്ലാ എന്ന് നീ നിസ്കരിച്ചു ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നാമത് ചെയ്യേണ്ടത്, നീ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചാൽ, ഒരു പുതിയ കച്ചവടം തുടങ്ങാൻ നീ തീരുമാനിച്ചാൽ, ആദ്യം നീ ചെയ്യേണ്ടത് 2 റകഅത്ത് നിസ്കരിക്കണം. 2 റകഅത്ത് നിസ്കരിച്ചിട്ട് നീ അല്ലാഹുവോട് പറയണം, പടച്ചവനെ ഇത് നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല, നിനക്കറിയാം. ഇത് നല്ലതാണെങ്കിൽ പോകുന്ന വഴികൾ മുഴുവനും നീ എനിക്ക് തുറന്നു തരണം, എന്നെ സഹായിക്കണം. ഇത് നല്ലതല്ലെങ്കിൽ, ഞാൻ പട്ടിണിയാകുമെങ്കിൽ, ഞാൻ ദാരിദ്ര്യത്തിൽ പെട്ടുപോകുമെങ്കിൽ, ഇത് അവസാനം എനിക്ക് നാശമാണെങ്കിൽ തടസ്സങ്ങൾ നൽകി നീ ഇത് തട്ടിമാറ്റണേ എന്ന് നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ 2 റകഅത്ത് നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. നീ വീട് വെക്കാൻ തീരുമാനിച്ചപ്പോ, നീ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചപ്പോ, നീ വണ്ടി എടുക്കാൻ തീരുമാനിച്ചപ്പോ, അങ്ങനെ 2 റകഅത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്ക്. ആരെങ്കിലും ഒന്ന് പൊക്കടോ. ആരുമില്ല അല്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാരുടെ കുഴപ്പം? നിന്റെ കുഴപ്പം. ഇത് ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി പഠിപ്പിച്ചു തന്നല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നല്ലേ. പഠിച്ചിട്ടില്ലേ? ഏതൊരു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹിനെ ഏൽപ്പിക്കണം, പടച്ചവനോട് അഭിപ്രായം ചോദിക്കണം, അള്ളാഹുവിനോട് പറയണം, 2 റകഅത്ത് നിസ്കരിക്കണം, എന്നിട്ട് റബ്ബിനോട് ചോദിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഒന്നാമത് തന്നെ ഫെയിലായി. അപ്പൊ ഒന്നാമത് തന്നെ അതെങ്ങനെ? നമ്മൾ അള്ളാഹുവോടൊന്നും ചോദിക്കത്തൊന്നുമില്ല, നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ട് ചെയ്യും. അവസാനം പെട്ട് ബിസിനസ് മുഴുവനും പൊളിഞ്ഞ് ലക്ഷങ്ങളുടെ കടവായപ്പോ നിസ്കാരപ്പായി പോയിരുന്നിട്ട് അല്ലാ പിന്നെ തലേ കൂടെ വണ്ടി ഓടുവല്ലേ നിന്നെ സഹായിക്കാൻ. എടാ, പെടുമ്പോ ആരും വിളിക്കും. എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോ സഹായിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാകുമ്പോ ആരും വിളിക്കും. ഫിറൗൻ വരെ വിളിച്ചില്ലേ? സാക്ഷാൽ ഫിറൗൻ, മൂസാ നബി ഫിറൗനിന്റെ കൂടെ നടന്നിട്ട് പറഞ്ഞു, എടാ അല്ലാഹുവെ വിശ്വസിക്കടാ, അല്ലാഹുവെ വിശ്വസിക്കടാ, അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാ റബ്ബെന്ന് പറഞ്ഞ് നടന്നവനാ ഫിറൗൻ. എന്നാൽ അവസാനം ചെങ്കടലിൽ മുങ്ങിച്ചാകുന്ന സമയത്ത് അള്ളാന്റെ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചാകാൻ സമയത്ത് ഫിറൗനും വിളിച്ചു എന്നാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് വീണതിന് ശേഷമല്ല വിളിക്കേണ്ടത്, തുടങ്ങുമ്പോ വിളിക്കണം. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനകത്ത് നിന്നെ അള്ളാഹു രക്ഷപ്പെടുത്തണമെങ്കിൽ, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യണമെങ്കിൽ, നീ ആദ്യം ചെയ്യേണ്ടത് 2 റകഅത്ത് നിസ്കരിച്ച് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയെങ്കിലും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. റക്കപ്പർ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്.
രണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് പറയുന്നു, പെങ്ങളെ നല്ലതുപോലെ കേട്ടോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നല്ലതുപോലെ പഠിച്ചോ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, 114 അധ്യായങ്ങൾ കാണാം. അള്ളാന്റെ ഖുർആനിൽ 114 സൂറത്തുകൾ കാണാം. ആ സൂറത്തിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? 114 അധ്യായങ്ങളിൽ ഒരധ്യായത്തിന്റെ പേരെന്തെന്നറിയുമോ? സൂറത്തു ശുഅറാ. സൂറത്തു ശുഅറാ എന്നാണ് പേര്. അതാ, നീ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നീ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? വഅംറുഹും ശൂറാ ബൈനഹും. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. എടാ, വീട് വെക്കുന്നതിന് മുമ്പ്, ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ്, വണ്ടി എടുക്കുന്നതിന് മുമ്പ്, വീടിന് കുറ്റിയടിക്കുന്നതിന് മുമ്പ്, മോനെ നീ ആ പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് നീ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ മുശാവറ ചെയ്യണേ. അതിനെക്കുറിച്ച് അറിയുന്നവരോട് നീ ചോദിക്കണേ. എടാ, നിന്റെ കാരണവന്മാരോട്, നിന്റെ കുടുംബത്തിൽ പലരും ഉണ്ടല്ലോ, ആ പലരോടും, കാരണവന്മാരോട്, അറിവുള്ളവരോട് നീ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണേ എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ ഖുർആനാണ് പറയുന്നത്. ആരാണ് മാതൃക കാണിച്ചു തന്നത്? ചോദിക്കണമെന്ന് പറഞ്ഞതാരാ? എന്ത് കാര്യം ചെയ്യുമ്പോഴും സ്വന്തം തീരുമാനിക്കല്ലേ, സ്വന്തം തീരുമാനമെടുക്കല്ലേ. നീ അഭിപ്രായം ചോദിക്കണേ. നീ ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കണേ. അങ്ങനെ ചോദിക്കാതെ നീ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തന്നതാരാ? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബാണ് കാണിച്ചു തന്നത്. അള്ളയാ കാണിച്ചു തന്നത്. ചോദിക്കണമെന്ന് കാണിച്ചു തന്നത് എന്റെയും നിന്റെയും റബ്ബാ. എപ്പോഴാണ് അല്ലാഹു ചോദിച്ചത്? എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ. അല്ലാഹു ആദം നബിയെയും ആദമിന്റെ സന്താനങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹു മലക്കുകളെ വിളിക്കുകയാണ്. ഇത് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹു മലക്കുകളെ വിളിക്കുകയാ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോ നീ എന്ത് ചെയ്യണം? അറിവുള്ളവരോട് ചോദിക്കണം. നീ ചർച്ച ചെയ്തിട്ട് വേണം നീ ചെയ്യാൻ. ഒറ്റയ്ക്ക് നീ തീരുമാനമെടുക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹു മലക്കുകളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അഭിപ്രായം ചോദിച്ചു. അല്ലാഹുക്ക് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലാഹുവാണ് മലക്കുകളെ സൃഷ്ടിച്ചത്. മലക്കുകളോട് അല്ലാഹുക്ക് ചോദിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നിട്ടും അല്ലാഹു മലക്കുകളോട് ചോദിച്ചു, എനിക്കൊരു വിഭാഗത്തെ, എന്നെ ആരാധിക്കുന്നതിന്, എന്നെ വാഴ്ത്തുന്നതിന് വേണ്ടി, പുകഴ്ത്തുന്നതിന് വേണ്ടി ഞാനൊരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താ? മലക്കുകൾ എന്താ പറഞ്ഞത്? വേണ്ട അല്ലാഹ്. അനുകൂലമല്ല പറഞ്ഞത്. മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞത് വേണ്ട പടച്ചവനെ. അല്ലാഹ് അപ്പോഴും പറഞ്ഞത് ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അല്ലാഹ് അപ്പോഴും മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന് മലക്കുകളോട് അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും അല്ലാഹു ചോദിച്ചത് എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ ആരെങ്കിലും ചോദിക്കോ? നമ്മൾ ആരോടെങ്കിലും ചോദിക്കോ? നമ്മൾ ചോദിക്കാറില്ല. സ്വന്തം തീരുമാനം ആരോടും ചോദിക്കാറില്ല. കുടുംബക്കാരോടാകട്ടെ, എന്തുമാകട്ടെ, നമുക്ക് ഈഗോയാ. എങ്ങനെ അവന്റെ മുന്നിൽ പോയിട്ട് ഇതിനെ കുറിച്ച് ചോദിക്കുക? എങ്ങനെ ചോദിക്കുന്നത്? എന്തിനാ ചോദിക്കുന്നേ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ബദറിന്റെ രണാങ്കണത്തിൽ പോകുന്നതിന് മുമ്പ് സഹാബികളോട് അഭിപ്രായം ചോദിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ യുദ്ധങ്ങളിൽ മുത്തുനബി നേതാവ് സ്വന്തം തീരുമാനമല്ല എടുത്തത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകാധിപതികളെ പോലെ സ്വന്തം തീരുമാനം എടുക്കല്ല. തന്റെ അനുചരന്മാരോട്, സഹാബത്തിനോട് ചോദിക്കുന്നു, സഹാബ ബദറിൽ പോകാൻ പോകുകയാ, എന്താ നിങ്ങളുടെ അഭിപ്രായം?
എന്തേ നിങ്ങളുടെ അഭിപ്രായം? ഹന്തക്കിന്റെ വേളയിൽ സഹാബത്തിനോട് ചോദിച്ചു, സഹാബ നിങ്ങളുടെ അഭിപ്രായം എന്താ? പ്രവാചകൻ അഭിപ്രായം ചോദിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ എത്ര പേരാണ് മുഷാവറ ചെയ്തിട്ടുള്ളത്? നമ്മളിൽ എത്ര പേരാ വീട് വെക്കാൻ സമയത്ത്, ബിസിനസ് തുടങ്ങാൻ സമയത്ത്, വണ്ടി എടുക്കാൻ തുടങ്ങുന്ന സമയത്ത്, ഏത് കാര്യവും ചെയ്യുമ്പോൾ കുടുംബത്തിലെ കാരണവന്മാരോട്, അറിവുള്ളവരോട് എത്ര പേര് അഭിപ്രായം ചോദിച്ചിട്ടുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നീ ചെയ്തു കഴിഞ്ഞപ്പോഴാ പലരും ഇത് അറിയുന്നത് നീ ചെയ്തെന്ന്. എന്തിനാ ഇന്നത്തെ ചെറുപ്പക്കാർ? ഇന്ന് ഫെബ്രുവരി 14 പ്രണയ ദിനം. നിങ്ങളൊന്ന് ആലോചിക്കേ. എടാ പൊന്നാര ചങ്ങാതിമാരെ, പെണ്ണ് കെട്ടുന്ന ചെറുപ്പക്കാരുണ്ട്. എത്ര പേരാ സഹോദര വീട്ടിലെ കാരണവന്മാരോട് അഭിപ്രായം ചോദിക്കുന്നത്? ഒരു പെണ്ണിനെ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പ്രണയിക്കാൻ തന്നെ ഇന്നൊരു ദിവസം, ഇന്ന് പ്രണയ ദിനം. പരസ്പരം ഗിഫ്റ്റ് കൊടുത്ത പലരും കാണും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിന്റെ അവസാനത്തെ കൊടുപ്പാവാതിരിക്കട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇല്ലേ, ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസം കാമുകിക്ക്, ഭാര്യയ്ക്കല്ല, കാമുകിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസമാണ് ഫെബ്രുവരി 14. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എടാ ചെറുപ്പക്കാരെ, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ പെൺകുട്ടികൾ വീട്ടിലേക്ക് സ്കൂൾ വിട്ടൊക്കെ വീട്ടിൽ കയറി വരുമ്പോ വാപ്പ പറയും, മോളെ ഈ ഇരിക്കുന്നതാണ് നിന്റെ പുതിയ അപ്പള, കല്യാണം ഉറപ്പിച്ചു കേട്ടോ, ഒന്ന് കണ്ടോളെ. വാപ്പ പറയും. ഇന്നത്തെ പെൺപിള്ളാര് വീട്ടിൽ വന്നിട്ട് വാപ്പാനോട് പറയും, ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്, കെട്ടിച്ചു തരണമെന്ന്. കാരണം വാപ്പായ്ക്ക് പണിയൊന്നും ഇല്ലല്ലോ. ഇന്ന് 10ാം ക്ലാസ്സിലും പ്ലസ് 1നും പ്ലസ് 2നും പഠിക്കുന്ന പെണ്ണ് വീട്ടിൽ വന്നിട്ട് വാപ്പാനോട് പറയും, ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട് മോളെ, അവൻ നമ്മുടെ ജാതി പോലുമല്ല, അതൊന്നും എനിക്ക് അറിയണ്ട, കെട്ടിച്ചെന്നില്ലെങ്കിൽ ഞാൻ പോകും, കെട്ടിച്ചെന്നില്ലെങ്കിൽ ഞാൻ പോകും. അതാ കടന്ന് അനുഭവിക്കുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോ കുടുംബത്തിൽ വിവരമുള്ള വർണ്ണത്തിനെ കൂടെ കൊണ്ടുപോകും. പണ്ടൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കേ. എടാ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ഉപ്പാന്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരങ്ങൾ ഇങ്ങനെ ആരെയെങ്കിലും വയസ്സായ അല്ലെങ്കിൽ ഇത്തിരി 40 വയസ്സ് കഴിഞ്ഞ ഇത്തിരി പക്വതയുള്ള ആരെയെങ്കിലും കണ്ടിട്ട് കൊണ്ടാണ് പെണ്ണ് കാണാനൊക്കെ പോകുന്നത്. ഇപ്പൊ ആരാ പോകുന്നതെന്ന് ആലോചിക്കേ.